എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമയുടെ അടക്കം 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ ലാലേട്ടൻ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണുള്ള തുടരും. ആദ്യ ദിവസം മുതൽ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 5 കോടി 10 ലക്ഷം രൂപയും രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ 7 കോടിയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടി 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 കോടി 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കർണാടക ബോക്സ് ഓഫീസിൽ 2 കോടി 90 ലക്ഷവും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 1 കോടി 60 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 1 കോടി 75 ലക്ഷവും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 35 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 7 കോടി 10 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തുടരുമെന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 3 ദിവസം കൊണ്ട് 27 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 17 കോടി 18 ലക്ഷം രൂപയും രണ്ടാം ദിനം 25 കോടി 90 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായ ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 26 കോടി 15 ലക്ഷം രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 69 കോടി 25 ലക്ഷം എന്ന ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 4 ദിവസമായ ഇന്നലത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസമായി ഇന്നലെ ഒരു വർക്ക് ദിനമായിരുന്നിട്ട് പോലും ചിത്രത്തിന് മികച്ചൊരു ഹോൾട്ടാണ് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 28 കോടി 30 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 85 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ചിത്രം ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്കും കടക്കുന്നതാണ്. ഇനി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി വലിയ വിജയമായി മാറിയ ആലപ്പുഴ ജിംഖാന. 18-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 74 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 36 കോടി 62 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസ്. ചിത്രം ആദ്യ 18 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12 കോടി 55 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം ഡീനോഡന്റി സംവിധാനം ചെയ്ത മെഗാസ്റ്റാർ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക എന്ന സിനിമയുടെയും ആദ്യ 18 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 18 ദിവസം കൊണ്ട് 13 കോടി 47 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തലജിത്ത് നായകന്റെ സിനിമ കൂടിയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിന്റെയും 18 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടി 92 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ വിജയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.